ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا. أيها الطلاب الأحباء السلام عليكم ورحمة الله وبركاته. LMLPS ചേനാങ്കോട് സ്കൂളിലെ 3ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൈഫ അൻതും യാ തുല്ലാബ്, അൻതും ബിഖൈർ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? എല്ലാവരും അറബി ക്ലാസ്സുകൾ കൃത്യമായി കാണുന്നുണ്ടോ? മറ്റ് ക്ലാസ്സുകൾ എല്ലാ കൂട്ടുകാരും കാണുന്നുണ്ടോ? വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മുടെ സ്കൂള് നവംബർ 1 തുറക്കുകയാണല്ലേ. എല്ലാവരുടെയും മുഖത്ത് അതിൻ്റെ സന്തോഷം കാണുന്നുണ്ട്. നമുക്ക് ഇന്ന് പുതിയ ക്ലാസ് പഠിച്ചാലോ? എല്ലാ കൂട്ടുകാരും റെഡിയാണോ? എങ്കിൽ ഞാനും ഇതാ റെഡി. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ജലസ്രോതസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചതല്ലേ. ജലസ്രോതസ്സുകൾ, ജലം ഉത്ഭവിക്കുന്നത് എവിടെയാണ്, എവിടെ നിന്നാണ് ജലം താഴേക്ക് വരുന്നത്, പിന്നീട് അതിന്റെ രൂപവ്യത്യാസങ്ങൾ പഠിച്ചു അല്ലേ. അത് വലുതായി 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 എവിടെ ചെന്ന് അവസാനിക്കും? ബഹറിൽ ചെന്ന് അവസാനിക്കും, കടലിൽ ചെന്ന് അവസാനിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഇനെ കുറിച്ച്, വെള്ളത്തെ കുറിച്ച് കുറച്ച് പാട്ടുകൾ പഠിച്ചു. കൂട്ടുകാർക്ക് പാട്ടുകളൊക്കെ ഇഷ്ടമായോ? എങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ മനോഹരമായ ഒരു വർക്കാണ്. എല്ലാ കൂട്ടുകാരും 52ാമത്തെ പേജ് എടുക്കൂ. നഖ്റഉൽ ഖിസ്സത്തസ് സുവരിയ വനുഇദ്ദുൽ അസ്ഇല. നഖ്റഉ നമുക്ക് വായിക്കാം, അൽ ഖിസ്സത്തസ് സുവരിയ, താഴെ തന്നിരിക്കുന്ന ചിത്ര കഥ നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാം. അതിനുശേഷം വനുഇദ്ദുൽ അസ്ഇല, ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. കൂട്ടുകാർ നോക്കൂ, ഇവിടെ 6 ചിത്രങ്ങളുണ്ട് അല്ലേ. കൂട്ടുകാർ ചിത്രങ്ങൾ നോക്കി, ഇത് ആരാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാരായിരിക്കും? ആരെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മഴത്തുള്ളിയാണല്ലേ. ഇത് മഴത്തുള്ളിയാണല്ലേ. മഴത്തുള്ളി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 2ാമത്തെ ചിത്രത്തിൽ മഴത്തുള്ളി എന്ത് ചെയ്യുന്നു? 3ാമത്തെ ചിത്രത്തിൽ എന്ത് ചെയ്യുന്നു? 4ാമത്തെ ചിത്രത്തിൽ എന്ത് ചെയ്യുന്നു? 5ാമത്തേൽ എന്ത് ചെയ്യുന്നു? 6ാമത്തേൽ എന്ത് ചെയ്യുന്നു? കൂട്ടുകാരൊന്ന് നോക്കിക്കേ. കൂട്ടുകാർക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എങ്കിൽ നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചാലോ? ഈ ചിത്രകഥ ഒന്ന് വായിച്ചാലോ? ആദ്യത്തെ ചിത്രം നോക്കൂ. ഞാൻ ആരായിരുന്നു? തുള്ളി. ഞാനൊരു മഴത്തുള്ളിയായിരുന്നു. കുന്തു ഫിൽ ബഹർ, ഞാൻ എവിടെയായിരുന്നു? ഫിൽ ബഹർ, ഞാൻ സമുദ്രത്തിലായിരുന്നു. ഞാൻ സമുദ്രത്തിൽ ഒരു മഴത്തുള്ളിയായിരുന്നു. ആര് പറയുകയാണ്? ഈ മഴത്തുള്ളി പറയുകയാണല്ലേ. 2ാമത്തെ ചിത്രം നോക്കൂ. ഇഷ്തദ്ദൽ ഹറു ഫർതഫഅതു ഇലസ് സമാ. ഒരു പ്രാവശ്യം കൂടി. ഇഷ്തദ്ദൽ ഹറു ഫർതഫഅതു ഇലസ് സമാ. മഴത്തുള്ളി പറയുകയാണ്. ഇഷ്തദ്ദൽ ഹറു, ചൂട് ശക്തിയായി. കണ്ടോ? സൂര്യൻ കണ്ടോ? സൂര്യൻ ഉദിച്ചപ്പോ, സൂര്യന്റെ വെയിലടിച്ചപ്പോൾ എന്ത് ചെയ്തു? ചൂട് ശക്തമായി. അങ്ങനെ ഫർതഫഅതു, ഞാൻ ഉയർന്നു പോയി. എങ്ങോട്ടേക്ക്? ഇലസ്സമാ, ആകാശത്തിലേക്ക് ഞാൻ ഉയർന്നു പോയി. ഞാൻ നേരെ ആദ്യം എവിടെയായിരുന്നു? ഞാൻ സമുദ്രത്തിലായിരുന്നു. 1ാമത്തെ ചിത്രത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്? മഴത്തുള്ളി എവിടെയായിരുന്നു? സമുദ്രത്തിലായിരുന്നു. 2ാമത്തെ ചിത്രം, സമുദ്രത്തിൽ എന്ത് ചെയ്തു? സൂര്യന്റെ ശക്തമായ ചൂട് അങ്ങോട്ട് അടിച്ചപ്പോൾ ഈ മഴത്തുള്ളി എങ്ങോട്ടേക്ക് പോകുന്നു? ഇലസ്സമാ, ആകാശത്തിലേക്ക് പോകുന്നു അല്ലേ. ആകാശത്തിലേക്ക് നീരാവിയായി ഉയർന്നങ്ങ് പോകുന്നു. 3ാമത്തെ ചിത്രം നോക്കൂ. ഇഖ്തഫൈതു ഫിൽ ഗമാം. എന്താണ്? ഇഖ്തഫൈതു ഫിൽ ഗമാം എന്താണ്? മഴത്തുള്ളിയാണ് അല്ലേ. മഴത്തുള്ളി എവിടെ ഒളിച്ചിരിക്കുന്നു? ഇതെന്താണ്?
മേഘം. മേഘത്തിന്റെ ഉള്ളിൽ ആരൊളിച്ചിരിക്കുന്നു? മഴത്തുള്ളി ഒളിച്ചിരിക്കുന്നു. ഇഖ്തഫൈതു, ഞാൻ മറഞ്ഞിരിക്കുന്നു. ഫിൽ ഗമാം, മേഘത്തിനുള്ളിൽ. മേഘത്തിനുള്ളിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു. ആര് പറയുകയാണ്? ആര് പറയാണ്? നമ്മുടെ മഴത്തുള്ളി പറയുകയാണല്ലേ. ഇനി നാലാമത്തെ ചിത്രം നോക്കൂ. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഹബ്ബത്തിരീഹുൽ ബാരിദ ഫനസൽതു മതറാ. ഹബ്ബത്തിരീഹുൽ ബാരിദ, തണുത്ത കാറ്റടിച്ചു വീശി. മേഘത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു തണുത്ത കാറ്റങ്ങോട്ട് അടിച്ചു വീശി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഫനസൽതു മതറാ, ഞാൻ മഴയായി താഴേക്കിറങ്ങി. മഴയായിട്ട് ഞാൻ താഴോട്ട് പതിച്ചു. ആര് പറയുന്നു? മഴത്തുള്ളി പറയുകയാണല്ലേ. ഒന്നാമത്തെ ചിത്രത്തിൽ ഞാൻ എവിടെയായിരുന്നു? സമുദ്രത്തിനുള്ളിലായിരുന്നു, സമുദ്രത്തിലായിരുന്നു. സമുദ്രത്തിൽ ഒരു മഴത്തുള്ളിയായി ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നപ്പോ എന്തു ചെയ്തു? സൂര്യന്റെ ശക്തമായ ചൂടേറ്റുകൊണ്ട് ഞാൻ ആകാശത്തിലേക്ക് ഉയർന്നുപോയി. എന്നിട്ട് മൂന്നാമത്തെ ചിത്രം, ഞാൻ എവിടെ പോയി ഒളിച്ചിരുന്നു? മേഘത്തിനുള്ളിൽ ഞാൻ മറഞ്ഞിരുന്നു, ഒളിച്ചിരുന്നു. നാലാമത്തെ ചിത്രം എന്താണ്? മേഘത്തിൽ നിന്ന് ഞാൻ താഴേക്ക് പതിച്ചു. എപ്പോഴാണ് താഴേക്ക് പതിച്ചത്? ശക്തമായ കാറ്റടിച്ചു വീശിയപ്പോൾ മേഘത്തിൽ നിന്നും ഞാൻ താഴേക്ക് വന്ന് വീണു. ഇനി കൂട്ടുകാർ, അഞ്ചാമത്തെ ചിത്രം നോക്കൂ. എന്താണ് സംഭവിച്ചത്? സഖൈതുൽ അർളൽ മൈതത. സഖൈതുൽ അർളൽ മൈത, മയ്യിത്തായ അർളിനെ ഞാൻ എന്ത് ചെയ്തു? മുളപ്പിച്ചു, നനച്ചു. സഖൈതു, ഞാൻ നനച്ചു. ആര് പറയുകയാണ്? മഴത്തുള്ളി പറയുകയാണ്. ഈ ഭൂമി നോക്കിക്കേ, എന്താണ് ഈ ഭൂമിയുടെ പ്രത്യേകത? ഇത് ഉണങ്ങി വരണ്ട് കീറിയിരിക്കുകയാണല്ലേ. ഒരു നനവുമില്ലാതെ ഭൂമി എന്ത് ചെയ്തു? ശക്തമായ വേനല് കാരണം, ചൂട് കാരണം വരണ്ടിരിക്കുന്നു. മരങ്ങൾ നോക്കിക്കേ, ഇലയൊക്കെ തൊഴിഞ്ഞ് ഉണങ്ങി വാടി നിൽക്കുന്നു. അപ്പോഴാണ് എന്ത് വീഴുന്നത്? മഴ പെയ്യുന്നത്. മഴത്തുള്ളി ഇങ്ങനെ എങ്ങോട്ട് വീഴുന്നത്? ഈ വരണ്ട ഭൂമിയിൽ, ഉണങ്ങിയ ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. സഖൈതുൽ അർളൽ മൈതത. സഖൈതു, ഞാൻ നനച്ചു. അൽ മർലൽ മൈതത, ഉണങ്ങിയ ഭൂമിയെ ഞാൻ എന്ത് ചെയ്തു? നനച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചു? അതിലുള്ള വൃക്ഷലതാദികളൊക്കെ നല്ല തഴച്ചു വളർന്നു അല്ലേ. ആറാമത്തെ ചിത്രം നോക്കൂ. നമ്മ ആര് ചിരിച്ചോണ്ടിരിക്കുന്നു? നമ്മുടെ മഴത്തുള്ളി ചിരിച്ചോണ്ടിരിക്കുകയാണല്ലേ. അന സഗീറുൻ, ഞാൻ ചെറുതാണ്. ആര്? സാറ അല്ല, പിന്നെ ആരാണ്? മഴത്തുള്ളി അല്ലേ. അന സഗീറുൻ, മഴത്തുള്ളി പറയുകയാണ് ഞാൻ ചെറുതാണ്. ഫിൽ ജഹം, തടിയിൽ. രൂപത്തിൽ ഞാൻ ആള് കൊച്ചാണ്, ചെറുതാണ്. പക്ഷേ കബീറും ഫിൽ അമൽ, ജോലിയിൽ വലുതാണ്. ഞാൻ ചെയ്യുന്ന ജോലി വളരെ വലിയ ജോലിയാണ്. എന്നെ കാണാൻ വളരെ ചെറുതാണ് അല്ലേ, പക്ഷെ എന്റെ ജോലി എന്താണ്? വളരെ വലുതാണ് എന്ന് ആര് പറയുകയാണ്? മഴത്തുള്ളി നമ്മളോട് കഥയായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 6 ചിത്രങ്ങളുണ്ടല്ലേ. മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലേ. ഇനി കൂട്ടുകാർ നോക്കൂ, നമ്മൾ ചോദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലെ വർക്ക്. നുഇദ്ദുൽ അസ്ഇല, നമുക്ക് ചോദ്യം ഉണ്ടാക്കും. നോക്കൂ, ഐന, മാദ, കൈഫ, മത, 4 വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുകാർ ചോദ്യം ഉണ്ടാക്കുക. ഐന എന്താണ് കൂട്ടുകാരെ? എവിടെയാണ്. മാദ, എന്താണ്. കൈഫ, എങ്ങനെയാണ്. മത്ത, എപ്പോഴാണ്. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുകാർ എന്ത് ചെയ്യണം? ചോദ്യം ഉണ്ടാകും. എങ്കിൽ നമുക്ക് ഐന വെച്ചുകൊണ്ടൊരു ചോദ്യം ഉണ്ടാക്കിയാലോ? ഐന കാനത്ത് ഖിത്റത്തുൽ മാ. ഐന കാനത്ത് ഖിത്റത്തു മാ, മഴത്തുള്ളി എവിടെയായിരുന്നു? ഐന കാനത്ത് ഖിത്റത്തു മാ, മഴത്തുള്ളി എവിടെയായിരുന്നു കൂട്ടുകാരെ? ആദ്യം മഴത്തുള്ളി ഫിൽ ബഹർ. ആൻസർ എന്താണ്? ഫിൽ ബഹർ. മഴത്തുള്ളി ആദ്യം എവിടെയായിരുന്നു? ഫിൽ ബഹർ, സമുദ്രത്തിലായിരുന്നു അല്ലേ. എങ്കിൽ നമുക്ക് കൈഫ വെച്ചുകൊണ്ട് അടുത്ത ചോദ്യം ഉണ്ടാക്കിയാലോ?
കൈഫ തർഫഉ ഖത്റത്തുൽ മിയാഹി ഇലസ്സമാ. കൈഫ തർഫഉ ഖത്റത്തുൽ മിയാഹി ഇലസ്സമാ. എങ്ങനെയാണ് മഴത്തുള്ളി ആകാശത്തിലേക്ക് ഉയരുന്നത്? കൂട്ടുകാര് പറയൂ, എങ്ങനെയാണ് ഈ നമ്മൾ കാണുന്ന ഈ മഴത്തുള്ളി ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നത്? എങ്ങനെയാണ്? ഇഷ്തദ്ദൽ ഹർറു. ആൻസർ എന്താണ്? ഇഷ്തദ്ദൽ ഹർറു. ചൂട് ശക്തമാകുമ്പോൾ, ചൂട് കൂടുമ്പോഴാണ് ഈ കാണുന്ന മഴത്തുള്ളി ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നത്. എങ്കിൽ നമുക്ക് അടുത്ത മാത എന്നുള്ള വാക്കുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാക്കിയാലോ? മാദാ ഇഖ്തഫത് ഫിൽ ഗമാം. എന്താണ്? മാദാ ഇഖ്തഫത് ഫിൽ ഗമാം. മേഘത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ്? മാദാ എന്താണ്? ഇഖ്തഫത് ഫിൽ ഗമാം. മേഘത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്നത് ആരാണ്? എന്താണ്? അവരൊക്കെ പറയൂ. ഖത്റത്തു മാ. ആൻസർ എന്താണ്? ഖത്റത്തു മാ. എങ്കിൽ നമുക്ക് അടുത്ത മത്ത എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാക്കിയാലോ? മത്താ നസലത്തിൽ ഖത്റത്തു മത്തർ. മത്താ നസലത്തിൽ ഖത്റത്തു മത്തർ. മത്താൻ അർത്ഥം എന്താണ്? എപ്പോഴാണ് നസലത്തിൽ ഖത്റത്തു മത്തർ, മഴത്തുള്ളി പെയ്യുന്നത്? എപ്പോഴാണ് മഴത്തുള്ളി പെയ്യുന്നത്? എപ്പോഴാണ് മഴ പെയ്യുന്നത്? ഹബ്ബത്തി റീഹുൽ ബാരിദ. ആൻസർ എന്താണ്? ഹബ്ബത്തി റീഹുൽ ബാരിദ. തണുത്ത കാറ്റ് അടിച്ചു വീശുമ്പോഴാണ് മഴത്തുള്ളി എന്ത് ചെയ്യുന്നത്? താഴോട്ട് വീഴുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ കഥ മനസ്സിലായോ? മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ആര് പറയുകയാണ്? മഴത്തുള്ളി കഥയായിട്ട് പറഞ്ഞു തരികയാണ്. കൂട്ടുകാർക്ക് മനസ്സിലായോ? അതുപോലെ ഈ 4 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇത് ചോദ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഐന, മാദ, കൈഫ, മത്ത. ഇതെല്ലാം ചോദ്യത്തിന്റെ ആദ്യ വാചകമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ 4 ചോദ്യവും അതിന്റെ ഉത്തരങ്ങളും കൂട്ടുകാരൻ നോട്ട്ബുക്കിൽ എഴുതി എനിക്ക് അയച്ചു തരിക. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ഭാഗവുമായി കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.